ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ പരുവത്തിനൊന്ന് കലക്കിയെടുക്കണം. ഈ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതിന് പറയുന്ന കപ്പി കാച്ചുക എന്നാണ്. ഈ പരുവത്തിനൊന്ന് കുറുക്കിയെടുക്കണം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. കപ്പി കാച്ചി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി മിക്സും കൂടി ഇട്ട് കൊടുക്കുവാണ്. നല്ലവണ്ണം തണുത്തതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് ഇനി 3 കട്ട ശർക്കര ഈ പരുവത്തിനൊന്ന് ഉരുക്കിയെടുക്കുക. ഇത് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1 ടീസ്പൂൺ എള്ള. ഇതിലേക്ക് 1 നുള്ളി ഈസ്റ്റോ സോഡാപ്പൊടി ഒഴിച്ചു കൊടുക്കണം. ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ഒരു 15 മിനിറ്റ് ഈ മാവ് ഇങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് കുഴിയിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം.